ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ഇന്ന് ഹോളിസ്റ്റിക് ഹെൽത്തിന്റെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു ആണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് വായു മലിനീകരണം. കഴിഞ്ഞ കോവിഡുകാലത്തൊക്കെ വളരെ ശുദ്ധമായ വായുവിനെ കുറിച്ച് നമ്മൾ കേട്ടതും കണ്ടതും ഒക്കെ. അതിനു മുമ്പുള്ള ഡൽഹിയുടെ അവസ്ഥയും ഇപ്പോൾ ആ സമയത്തുള്ള ഇതിന്റെ അവസ്ഥയെല്ലാം നമുക്ക് കണ്ടു. ഇത് എത്രമാത്രം പ്രശ്നക്കാരനാണോ? തീർച്ചയായിട്ടും പ്രശ്നക്കാരനാണെന്ന് നമുക്കറിയാം. ശ്വാസകോശ സംബന്ധമായ ഒത്തിരി പ്രശ്നങ്ങൾ, ആസ്മ, ഇങ്ങനെയുള്ള പല രോഗങ്ങൾ, ഇതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ ശരീരത്തിന്റെ ഊർജത്തെ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം. ഇനി ഇന്നത്തെ ദിവസം നമുക്ക് വായു മലിനീകരണം കൊണ്ട് നമുക്കുണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അതിന് അനുവർത്തിക്കാവുന്ന പ്രതിവിധികളെ കുറിച്ചും നമ്മുടെ സനിൽ സാർ സംസാരിക്കും. സനിൽ സാർ വളരെ കാലമായി, ഏകദേശം 100ഓളം ദിവസങ്ങളായി ഹോളിസ്റ്റിക് ഹെൽത്തിന്റെ പല വിഷയങ്ങൾ നമുക്ക് വേണ്ടി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വിഷയവും വളരെ പ്രാധാന്യമുള്ളതാണ്. പൊതുവായിട്ടുള്ള ആരോഗ്യത്തിൽ അത്രമാത്രം പ്രയോജനകരമാണ്. നമ്മുടെ പ്രകൃതിയെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക, പ്രകൃതിയിലുണ്ടാകുന്ന വായു മലിനീകരണത്തിന്റെ തോത് കുറയ്ക്കുക. അപ്പൊ ഇതെല്ലാം വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പൊ ഇന്ന് സൻസാറിൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കേൾക്കാം. എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം സൻസാർ യോർ. നമസ്കാരം, ഗുഡ് ഈവനിങ്. 2-3 ആഴ്ചയായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സ്റ്റിൽ ഐ ആം വിത്ത് യു. ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഒപ്പം തന്നെ ഒരുപക്ഷെ ആ ഒരു ടോപ്പിക്കിനെ പറ്റി ഒരുപാട് മനസ്സിലാവാത്ത കൊണ്ടാണെന്ന് തോന്നുന്നു ഇന്ന് ആൾക്കാരുടെ എണ്ണം കുറച്ച് കുറവാണ്. ബട്ട് എനിവേ, ബോധവാനാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം തന്നെ. അതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രതീക്ഷയിലേക്കും, പ്രത്യേകിച്ച് യൂട്യൂബ് ഒക്കെ ഉള്ളത് കൊണ്ട് ആ ഒരു പ്രതീക്ഷയിലേക്ക് തന്നെ പോവാം. ഓക്കെ, സോ ഞാൻ അധികം ലേറ്റ് ആക്കുന്നില്ല. എനിക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം പവർ പോയിന്റിലൂടെ. ഓക്കെ, പവർ പോയിന്റ് കാണാമല്ലോ അല്ലേ? ഒരു സെക്കൻഡ്. ഓക്കെ, വായു മലിനീകരണം എന്നുള്ള ഒരു വിഷയമാണ് ഇന്ന് പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ തന്നെ വായു മലിനീകരണത്തിനെ പറ്റി ഒരുപാട് നമ്മുടെ ഇന്നത്തെ ചലഞ്ചസ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കൂടുതലാണ്. സോ ആ ഒരു ടോപ്പിക്ക് എന്താണ് ഇത്ര ഇമ്പോർട്ടൻസ് എന്നുള്ളതിലേക്ക് ഞാൻ വരുന്നു. ഓൾറെഡി സാബു സാറ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ബ്രഹ്മപുരം, ഡൽഹി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ. സോ ആ ഒരു പൊല്യൂഷൻ നമ്മളെ എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ മനുഷ്യന്റെ ആരോഗ്യത്തിന് എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു, ഒപ്പം തന്നെ നമുക്ക് ആ ഒരു ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എങ്ങനെ ഇതിൽ നിന്നൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആവാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കുന്നുണ്ടാവുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കഷനിലേക്ക് പോവാം. സോ വായു മലിനീകരണത്തിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഇപ്പൊ റീസെന്റ് അറിയാവുന്ന ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മപുരത്ത് വീണ്ടും തീപിടുത്തം ഉണ്ടായി. അത് ഇത് മാതൃഭൂമിയിലെ ഒരു ന്യൂസാണ്, സ്വന്തം ലേഖിക പറഞ്ഞാണ്. എന്തായാലും 2 മാർച്ചിന് തുടങ്ങിയ ഏതാണ്ട് 60 ഏക്കറിലോളം വേസ്റ്റായി കിടക്കുന്ന സാധനങ്ങൾ, അത്രയും ഏക്കറുകളോളം കിടക്കുന്ന സാധനങ്ങളിൽ തീപിടിച്ചിട്ട് പിന്നെ എറണാകുളത്ത് പൂർണ്ണമായിട്ട് ആ ഒരു വിഷ പുക തന്നെ ഉണ്ടാവുകയും ഇൻക്ലൂഡിങ് പല കാറ്റഗറിയിലുള്ള ആൾക്കാരിൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും പിന്നീട് വളരെ കൂടുതലായിട്ട് അതിനെപ്പറ്റി കണ്ടിരുന്നു. എന്തുകൊണ്ടാണ് ഇത് ഇത്രയും കൂടാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വേസ്റ്റ് മാത്രമല്ല, ഇത് എത്ര കാലം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത് 12th മാർച്ചിന്റെ റിപ്പോർട്ടാണ്. 90% ഓഫ് ഫയർ ഓഫ് ബ്രഹ്മപുരം വേസ്റ്റ് പ്ലാന്റ് എക്സ്റ്റിംഗ്വിഷ്ഡ് എന്ന് പറയുന്നത് കേരള ഗവൺമെന്റ് ആണ്. എന്നാൽ 15 മാർച്ചിന്റെ റിപ്പോർട്ടിലും പറയുന്നുണ്ട് ഇല്ല, ഇതൊന്നും ഇവിടെ എത്തിയിട്ടില്ല. സോ ഇത്രയും കാലം, ഏതാണ്ട് 13 ദിവസത്തിലധികം ആയിട്ടും അത് ഒന്നും ശരിയായില്ല.
അതിനുശേഷം ഏപ്രിൽ 26-ന് വീണ്ടും അവിടെ തന്നെ തീപിടിക്കുന്നു. വീണ്ടും വിഷപ്പുകയും കാര്യങ്ങളൊക്കെ. അത്ര തന്നെ എത്താതെ ഇരിക്കാൻ കഴിഞ്ഞ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഫയർഫോഴ്സ് ഒക്കെ അത്രമാത്രം അവിടെ ആക്റ്റീവ് ആയി ഏപ്രിലിൽ രണ്ടാമത് തീപിടിച്ചപ്പോൾ. സോ ഇത്രമാത്രം വരാനുള്ള ഒരു കാരണം, അതിന്റെ ഒന്നിച്ച് തന്നെ ഇതിന് ഇത്രയും ഡിലേ വരാൻ, ഇത്രയും ദിവസങ്ങൾ എടുക്കാനുള്ള ഒരു കാരണം പ്രധാനമായിട്ട് പറഞ്ഞത് പ്ലാസ്റ്റിക്കും അതുപോലെയുള്ള മറ്റ് പല വേസ്റ്റുകളും അത് പിന്നെയും പിന്നെയും കത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതായിരുന്നു. എനിവേ, ഇതൊരു സെനാരിയോ ആണെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ ഡൽഹിയും വലിയ വ്യത്യാസമൊന്നുമില്ല. ദീപാവലി ഇതാ വരാനിരിക്കുന്നു ഈ മാസം അവസാനം. സോ നോർമലി ഉണ്ടാവുന്ന ഒരു റിപ്പോർട്ടാണ് ഇത്. ഡൽഹി എയർ ടേൺസ് ടോക്സിക് ആഫ്റ്റർ ദീപാവലി ഫയർവർക്സ്. ദീപാവലിയുടെ സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു എന്താ പടക്കങ്ങളും അല്ലെങ്കിൽ അതുപോലെയുള്ള സാധനങ്ങളും കൊണ്ട് മാത്രം ഉണ്ടാകുന്ന പുകയല്ല ഇത്. അവിടുത്തെ കപ്പാസിറ്റി, ആൾക്കാരുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി, അതുപോലെ തന്നെ വാഹനങ്ങളുടെ ഡെൻസിറ്റി, ഇങ്ങനെയുള്ള പല കാരണങ്ങൾ ഒരുമിച്ച് വരികയും അതിൻ്റെ ഒന്നിച്ച് ഈ ഒരു ദീപാവലിയുടെ ക്രാക്കേഴ്സിന്റെ പുകയും ഒക്കെ കൂടി വരുന്ന സമയത്താണ് അത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് എത്തുന്നതും. അതിനുശേഷം ഒരുപക്ഷെ പല വർഷങ്ങളായിട്ട് കാണുന്ന ഒരു സെനാരിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് വിന്റർ തുടങ്ങാണ്. അപ്പോൾ വിന്ററിന്റെ സമയത്ത് ഓട്ടോമാറ്റിക്കലി ഡെൻസ് എയർ അവിടെ തണുപ്പ് കൂടി വരുമ്പോൾ അത് താഴേക്ക് വരികയും ഒരു വിഷപ്പുകയുടെ ഒരു ആവരണം തന്നെ ഡൽഹിയെ ചുറ്റുകയും അതിനുശേഷം സ്കൂളുകളിലേക്കും ഈ ചിലപ്പോഴൊക്കെ ഓഫീസുകളിൽ പോലും ആഴ്ചകൾ ലീവ് കൊടുക്കേണ്ട അവസ്ഥയൊക്കെ എത്തിയിട്ടുണ്ട്. ദിവസങ്ങളോളം ലീവ് കൊടുക്കേണ്ട അവസ്ഥയൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഓഫീസിൽ പോയില്ലെങ്കിൽ ഇവർക്കൊക്കെ എന്താ, വീട്ടിൽ തന്നെ ഇരിക്കാം. അല്ല, വീട്ടിൽ തന്നെ ഇരുന്നാലോ വീട്ടിലെ പുക ശ്വസിക്കാം. അത്രേ വ്യത്യാസമുള്ളൂ. സോ ആ ഒരു സിറ്റുവേഷൻ വളരെ സിവിയർ ആയി കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇമ്പാക്ട് എങ്ങനെയാണ് നമ്മുടെ അടുത്തേക്ക് എത്തുക? ഇതിപ്പോ ശരിക്കും ജസ്റ്റ് ഡൽഹിയും അതുപോലെ തന്നെ ഇവിടുത്തെ മാത്രം കഥയാണോ? അല്ല. ഈ ഒരു ചിത്രമൊക്കെ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് എന്ന് പറയുന്നതും, അതുപോലെ തന്നെ ഒരു ഗ്ലാസ് ക്യാബിനകത്തേക്ക് സിഗരറ്റ് വെച്ചിട്ട് എത്ര സിഗരറ്റ് വലിക്കാൻ പറ്റും, അതിനനുസരിച്ച് ആ സ്പോഞ്ചിനകത്തേക്ക് എങ്ങനെയാണ് അതിന്റെ ബ്ലാക്കിഷ് കളറിലേക്ക് എത്തുന്നതും ഒരുപക്ഷെ ശ്വാസകോശത്തിനെ ഉപമിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല രീതിയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ കൊണ്ടും തീരുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ പുകവലിക്കാത്ത ആൾക്കാരൊക്കെ പാസീവ് സ്മോക്കിംഗ് മാത്രമാണോ ചെയ്യുന്നത്? അല്ല. ഇവിടുന്ന് ഒരു മേ ബി ഒരു 10 അല്ലെങ്കിൽ 20 കിലോമീറ്റർ നമ്മളൊന്ന് ടൗൺ വരെ പോയിട്ട് തിരിച്ചു വന്ന് അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുക? വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മളൊന്ന് കൈയും കാലും മുഖമൊക്കെ ഒന്ന് കഴുകും. ഈ മുഖം കഴുകുന്ന സമയത്ത് വാഷ് ബേസിൻ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? വളരെ ബ്രൗൺ അല്ലെങ്കിൽ ഒരു അഴുക്ക് നിറഞ്ഞ വെള്ളമാണ് പിന്നെ അങ്ങോട്ട് പോകുന്നത്, അല്ലെ, വാഷ് ബേസിനിലേക്ക് വരുന്നത്. ഈ അഴുക്കുള്ള വെള്ളം നമ്മുടെ മുഖം കഴുകിയിട്ടും അല്ലെങ്കിൽ കൈ കഴുകിയിട്ടും വരുന്നതാണെങ്കിൽ ഇതൊക്കെ നമ്മൾ എന്താ ഈ ഡസ്റ്റും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചളിയൊക്കെ തൊട്ടതിന് ശേഷമാണോ നമ്മുടെ കയ്യിലേക്ക് എത്തിയിരിക്കുന്നത്? അല്ല, വായുവിൽ കൂടെ എത്തുന്ന. ഇങ്ങനെ വായുവിൽ കൂടെ എത്തുന്ന ഡസ്റ്റ് ഒക്കെ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കും, നമ്മുടെ ലങ്സിനകത്തേക്കും അല്ലെങ്കിൽ ശ്വാസകോശത്തിലേക്കും പോകാൻ സാധ്യതയില്ലേ? അങ്ങനെ പോകുമ്പോൾ അതിനെ ആര് ക്ലീൻ ചെയ്യുന്നു? വളരെ ഉത്തരം വളരെ നമുക്ക് പെട്ടെന്നൊന്നും കിട്ടാത്ത ഒരു രീതിയിലുള്ള ഉത്തരമായിരിക്കും. പക്ഷെ ഇതിനു വേണ്ടി നമ്മുടെ ശരീരം വളരെ കൂടുതൽ പരിശ്രമിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ശരീരത്തിന് അതിൻ്റെതായിട്ടുള്ള വഴികളുണ്ട്. നമ്മൾ ശരീരത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം അതിലേക്ക് നമുക്ക് അവസാനം ആവുമ്പോഴേക്ക് എത്താം. എനിവേ, സോ ഇവിടെ കൊണ്ടും തീരുന്നുണ്ടോ? സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ അളവ്, അതുപോലെ തന്നെ ഒരു മേ ബി ആവറേജ് ഒരാൾ കഴിക്കുന്നത് 2 to 4 ലിറ്റർ വെള്ളമാണെങ്കിൽ ഈ 2 മുതൽ 4 ലിറ്റർ വരെയുള്ള വെള്ളം വളരെ ശുദ്ധിയായിട്ട്, അത് പറ്റുന്നതും നമ്മൾ ഫിൽട്ടർ ഉപയോഗിച്ചിട്ടും അല്ലെങ്കിൽ RO തരത്തിലുള്ള റിവേഴ്സ് ഓസ്മോസിസ് പോലെയുള്ള ഫിൽട്രേഷൻ ഒക്കെ ഉപയോഗിച്ചിട്ട് വളരെ നല്ല പ്യൂർ വാട്ടർ ആണ് ഉപയോഗിക്കുന്നത്. അതല്ലെങ്കിൽ ഒരുപക്ഷെ മിനറൽ വാട്ടർ ബോട്ടിലേക്ക് പോകും. ഇത് നമുക്ക് ഇത്രയും നല്ല വെള്ളം നമുക്ക് പൈപ്പിൽ കിട്ടുന്നുണ്ടാവില്ല എന്ന് ഉറപ്പാണ്. പക്ഷെ പൈപ്പിലെ വെള്ളത്തിനും ചിലപ്പോഴൊക്കെ വളരെ മോശം ടേസ്റ്റോ അല്ലെങ്കിൽ വളരെ ഹെവി വാട്ടർ എന്ന് പറയില്ലേ, ആ ഒരു രീതിയിലൊക്കെ വരുന്നതാണെങ്കിൽ, ഹാർഡ് വാട്ടർ ആണെങ്കിൽ നമ്മൾ നോർമലി ഈ വെള്ളം ഉപയോഗിച്ച് കുളിക്കുകയും ചില ആൾക്കാരൊക്കെ കൈ കഴുകുകയൊക്കെ ചെയ്യാറുണ്ട് മിനറൽ വാട്ടർ തന്നെ ഉപയോഗിച്ചിട്ട്.
നമുക്ക് കഴുകാൻ പോലും മോശം വെള്ളം ഉപയോഗിക്കുന്നത് ഇഷ്ടമല്ല. അതും വെറും 4 അല്ലെങ്കിൽ 10 ലിറ്റർ വെള്ളത്തിന്റെ കാര്യം ഞാൻ പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന എയർ, ശ്വസിക്കുന്ന വായു ഏതാണ്ട് 8 കിലോളം വരും ഒരു ദിവസം. ഈ 8 കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 10,000 മുതൽ 12,000 ലിറ്റർ വരെ വരും. നമുക്ക് അവിടെ ചോയ്സ് ഉണ്ടോ? നമ്മൾ എന്ത് തരത്തിലുള്ള എയർ ആണ് നമുക്ക് അകത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതിനെ പറ്റി ഒരു ചോയ്സും ഇല്ല, അല്ലെ? ഈ ചോയ്സ് ഇല്ലായ്മ തന്നെയാണ് നമ്മൾ അതിനെപ്പറ്റി ബോധർ ചെയ്യാത്തതിന്റെ ഒരു കാരണവും. കൽക്കി എന്ന് പറയുന്ന മൂവിയിലാണെന്ന് എനിക്ക് തോന്നുന്നു. അതില് എയർ പോലും നമ്മൾ കൊണ്ടു നടക്കുന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. മൂവി ഒരുപക്ഷെ പിക്ചറൈസേഷൻ നമ്മുടെ ഇനി വരാൻ പോകുന്ന യുഗത്തിന്റെ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കാലഘട്ടം എന്തൊക്കെ രീതിയിൽ പോകുന്നു എന്നുള്ളതിനെ കാണിക്കുന്നുണ്ടാവാം. പക്ഷെ നമ്മുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ അതിലേക്കൊന്ന് പോകാം. ഇന്നിപ്പോ ഉള്ള എന്തൊക്കെയാണ് ഈ പൊല്യൂട്ടഡ് എയർ കൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്? സാധാരണ നമ്മൾ പുറത്ത്, നേരത്തെ ഡൽഹിയെ പറ്റി പറഞ്ഞപ്പോൾ നമുക്ക് ഇൻഡോർ, ഓക്കെ, പുറത്തിറങ്ങണ്ട, ലീവാണ്, അവധിയാണ്, വീട്ടിൽ തന്നെ ഇരിക്കണം. സോ എല്ലാ സ്ഥലത്തും പൊല്യൂട്ടഡ് എയർ ആണെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, നമ്മൾ ഒന്നുകിൽ കാറിനകത്ത് തന്നെ ഇരിക്കും, അതല്ലെങ്കിൽ നമ്മൾ വീട്ടിനകത്ത് തന്നെ ഇരിക്കും. ഇത് രണ്ടും എത്രമാത്രം സേഫ് ആണ്? എനിക്ക് ഒരുപാടൊന്നും അതിനെപ്പറ്റി അറിയില്ല. സ്റ്റിൽ ഞാൻ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, കാറിനകത്തുള്ള എയർ നോർമലി പുറത്തുള്ള എയറിനേക്കാൾ 15 മടങ്ങ് പൊല്യൂട്ടഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഇതേ കാറ് നമ്മളൊരു ട്രാഫിക് ജംഗ്ഷനിലാണെന്ന് വിചാരിച്ചോ. ഈ ജംഗ്ഷൻ നിൽക്കുന്ന സമയത്ത് അതിനകത്തുള്ള എയർ അപ്രോക്സിമേറ്റ്ലി 29 മടങ്ങ് പൊല്യൂട്ടഡ് ആണെന്നാ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാറിനകത്ത് സേഫ് അല്ല. ഇതേപോലെ തന്നെയാണോ നമ്മുടെ വീടിനകത്തും? വീടിനകത്തും പലതരത്തിലുള്ള പൊല്യൂട്ടൻസ് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അത് പല രീതിയിലാണ്. എനിവേ, ഇതിനെപ്പറ്റി നടന്ന പല സ്റ്റഡീസിലും അതുപോലെ തന്നെ WHO സ്റ്റാറ്റസും ഒക്കെ പറയുന്നത് ഹൗസ് ഹോൾഡ് എയർ പൊല്യൂഷൻ, നമ്മുടെ വീടിനകത്തുള്ള എയർ പൊല്യൂഷൻ അപ്രോക്സിമേറ്റ്ലി 3.2 മില്യൺ ഡെത്ത് ഒരു വർഷം നടക്കാനുള്ള കാരണമാവുന്നുണ്ട്. അതിൽ തന്നെ 2,37,000 കുട്ടികളാണ്, അതും 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ. ഇതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾ ശ്വസിക്കുന്ന വായുവിന്റെ അളവ് സാധാരണ ഒരു വലിയ ആള് ശ്വസിക്കുന്നതിന്റെ ഓൾമോസ്റ്റ് ഡബിൾ ആണ്. ഇൻഫൻസ് ആണെങ്കിൽ ഓൾമോസ്റ്റ് ട്രിപ്പിൾ ആണ്. ചെറിയ കുട്ടികൾ, 6 മാസത്തിന് താഴെയുള്ള കുട്ടികൾ. സോ അത്രമാത്രം അവരുടെ ലങ്സിനെ അല്ലെങ്കിൽ അവരുടെ എയർ പാസേജിനൊക്കെ ഈ ഒരു പൊല്യൂട്ടഡ് എയർ എഫക്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. സോ ഈ ഒരു കമ്പൈൻഡ് എയർ പൊല്യൂഷൻ ഓൾമോസ്റ്റ് 6 ലക്ഷത്തിലധികം ഡെത്തിന് കാരണമാവുന്നുണ്ട് ഓരോ വർഷവും, പ്രീമച്വർ ഡെത്ത്. 37% ഔട്ട്ഡോർ എയർ പൊല്യൂഷനും ഈ പ്രീമച്വർ ഡെത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് ഹേർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങളിലാണ് വരുന്നത്. അതുപോലെ തന്നെ സ്ട്രോക്ക്, ഓൾമോസ്റ്റ് 18% വരുന്നത് COPD, നമ്മുടെ ലങ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്ന് പറയും, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതുപോലെ തന്നെ റെസ്പിറേറ്ററി ഫെയിലിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ആൻഡ് ഈവൻ ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള, പ്രത്യേകിച്ചും ലങ്സും റെസ്പിറേറ്ററി ട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്യാൻസർ ആയിട്ടും അപ്രോക്സിമേറ്റ്ലി 11% ഡെത്ത് അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. സോ ഡയറക്റ്റ് മരണത്തിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള എസ്റ്റിമേറ്റുകളൊക്കെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മരണം വരെ എത്താത്ത പല കേസുകളും ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ ഇപ്പോഴ് കോവിഡിനെ പറ്റി നമുക്കൊക്കെ അറിയാം. കോവിഡിന്റെ സമയത്ത് കോവിഡ് കൊണ്ട് ഡയറക്ട്ലി മരിച്ച ആള് എത്ര പേരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ കുറവാണ്. എന്നാൽ കോവിഡിന് ശേഷം അല്ലെങ്കിൽ കോവിഡ് വന്ന ആ സമയത്ത് തന്നെ നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന മറ്റ് പല അസുഖങ്ങളും വളരെ കൂടുതലാവുകയും അതിനുശേഷം ആ അസുഖത്തിന്റെ കാരണം കൊണ്ടോ അല്ലെങ്കിൽ പിന്നീട് അതിന്റെ പിന്നീട് ശരീരം അതുമായിട്ട് റിയാക്ട് ചെയ്യേണ്ടി വരികയൊക്കെ ചെയ്തിട്ട് അങ്ങനെയും ഒത്തിരി ഡെത്ത് ഉണ്ടായിരുന്നു. സോ അതാണ് ലാസ്റ്റ് സ്റ്റേജിൽ, മേ ബി 1 വർഷമൊക്കെ കഴിഞ്ഞ സമയത്തേക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, മീൻസ് കോവിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല ഇൻഷുറൻസ് ക്ലെയിമുകളും അല്ലെങ്കിൽ പല ഡോക്ടർ റിപ്പോർട്ടുകളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അത് ഡയറക്ട്ലി കോവിഡ് കൊണ്ടായിരുന്നില്ല, സ്റ്റിൽ കോവിഡ് അതിലൊരു ഫാക്ടർ ആയിരുന്നു. ആൻഡ് എയർ പൊല്യൂഷൻ നമ്മുടെ പല
അസുഖങ്ങളെയും അല്ലെങ്കിൽ പല സിസ്റ്റത്തിനെയും ബാധിക്കുന്നത് ഏതാണ്ട് ഈ രീതിയിലൊക്കെ തന്നെയാണ്. ഇതെങ്ങനെയാണ് വരുന്നത്? എയർ പൊല്യൂഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ പല കാരണം കൊണ്ടാണ് ഈ പൊല്യൂഷൻ വരുന്നത്. വായുമലിനീകരണം വരുന്നതിന് ഒരുപക്ഷെ വൈൽഡ് ഫയർസ്, ജംഗിൾ ഫയർ എന്ന് പറയില്ലേ, കാട്ടുതീ കൊണ്ടോ അല്ലെങ്കിൽ വോൾക്കാന പോലെയുള്ള കാര്യങ്ങൾ കൊണ്ടോ, സാൻഡ് സ്റ്റോം. ആക്ച്വലി ഇതൊന്നും നമ്മുടെ നാട്ടിൽ ഒരുപാട് അങ്ങനെ പ്രസക്തമായിട്ട് തോന്നില്ല അല്ലെ. അപ്പൊ ഇവിടെ എന്താ പ്രശ്നം? വെഹിക്കിൾ എമിഷൻ, ഇൻഡസ്ട്രിയൽ ഡിസ്ചാർജ്. ഇൻഡസ്ട്രിയും ഒരുപക്ഷെ വളരെ കുറവാണ്. ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂൽസ്, ഇതും ഒരുപക്ഷെ വളരെ കുറവാണ്. പിന്നെ നടക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലത്തും ഒരുമിച്ച് കൂട്ടിയിട്ട് കത്തിക്കുന്ന രീതി, അതും ഇപ്പോഴൊക്കെ കുറഞ്ഞിരിക്കുന്നു. ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വന്നതുകൊണ്ട് തന്നെ ഷോപ്പിന്റെ മുന്നിലോ, മുമ്പൊക്കെ ഷോപ്പിന്റെ മുന്നിലുള്ള ഏതെങ്കിലും ഒരു ഇലക്ട്രിക് പോസ്റ്റിന്റെ സൈഡിലൊക്കെ ഒരുപാട് കത്തിക്കുന്ന രീതിയൊക്കെ കാണാറുണ്ടായിരുന്നു. ഇപ്പോഴതൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും ഇവിടെ പൊല്യൂഷൻ വളരെ കുറവാണെന്ന് പറയുന്ന എത്ര പേരുണ്ടാവും? മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ചോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ചോ അല്ലെ? വളരെ, നമുക്ക് അതിനു വേണ്ടിയിട്ട് അത്ര ഉറപ്പൊന്നുമില്ല. ഈ പറഞ്ഞ പ്രധാനപ്പെട്ട കോസസിൽ ഒന്നുപോലും ഒരുപക്ഷെ ഇല്ലെങ്കിലും കേരളവും പൊല്യൂഷനിൽ വളരെ കൂടുതലായിട്ട് നിൽക്കുകയാണ്. ഇതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് ഞാൻ പോകുന്നില്ല. ടോട്ടൽ വേൾഡ് ഓവർ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. കാരണം ആദ്യത്തെ 50 സിറ്റീസ്, എയർ പൊല്യൂട്ടഡ് ആയിട്ടുള്ള 50 സിറ്റീസ് എടുത്തപ്പോൾ അതില് 43 എണ്ണവും ഇന്ത്യയിലാണ്. ഈ 43 എണ്ണം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നോക്കിക്കഴിഞ്ഞാൽ 1 ബംഗ്ലാദേശ്, 4 എണ്ണം പാകിസ്ഥാൻ, പിന്നെ 1 ചൈന, ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഓൾമോസ്റ്റ് എല്ലാം ഏഷ്യയാണ്. അതിൽ തന്നെ കുറച്ചുകൂടി ഡെപ്തിലേക്ക് നോക്കിയപ്പോൾ ഈവൻ കേരളം ഒട്ടും പിന്നിലല്ല. എല്ലാ സ്റ്റേറ്റിലും ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ടുള്ള രീതിയിൽ പൊല്യൂഷൻ നടക്കുന്നുണ്ട്. ആൻഡ് അതിൻ്റെ ഒന്നിച്ചാണ് ഇങ്ങനെയുള്ള ബ്രഹ്മപുരം പോലെയുള്ള സിറ്റുവേഷൻസ് വരുന്നത്. എന്താ അതിന്റെ കാരണം? ശരിക്കും അർബൻ ഏരിയയിൽ ട്രാഫിക്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് ആൻഡ് ഡെൻസ് പോപ്പുലേഷൻ ഡെൻസിറ്റി, ഇത് ജനസംഖ്യ വർധനവ് ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഉണ്ടാവുന്ന ഇതാണ് പ്രധാനമായിട്ട് വരുന്നത്. അതിന്റെ ഒന്നിച്ച് തന്നെ പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ബയോളജിക്കൽ പൊല്യൂട്ടൻസ് ഉണ്ടാവും. ലൈക്ക് ബാക്ടീരിയ ഉണ്ടാവാം, വൈറസ് ഉണ്ടാവാം അല്ലെ. നമ്മൾ മാസ്ക് ഉപയോഗിക്കാൻ എന്തായിരുന്നു കാരണം? കോവിഡിന്റെ സമയത്ത് എയർ വഴി നമ്മുടെ നേസൽ ക്യാവിറ്റിയിലേക്ക് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. മോൾഡ് എന്ന് പറയുന്നത് പ്ലാന്റ്സ് എന്നൊക്കെ ഉണ്ടാവുന്ന ചില സാധനങ്ങൾ, പൊള്ളനും മോൾഡും ഒക്കെ. അതുപോലെ തന്നെ ഹൗസ് മൈറ്റ്സ്, ചില ചെറിയ പ്രാണികൾ, ചെറിയ ജീവികൾ. പെറ്റ് ഡാൻഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പെറ്റ് അനിമൽസിന്റെ രോമങ്ങളും അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ചില ബയോളജിക്കൽ വേസ്റ്റും ഒക്കെ ഒരുപക്ഷെ നമ്മുടെ എയറിലേക്ക് എത്താം, അതും നമ്മുടെ ശരീരത്തിലേക്ക് എത്താം. സോ ഇതാണ് ബയോളജിക്കൽ ആയിട്ടുള്ള പൊല്യൂട്ടൻസ് എങ്കിൽ ചെറിയ പാർട്ടിക്കിൾസ്, ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ നമുക്ക് പർട്ടിക്കുലർ മാറ്റർ എന്നാ പറയാ. ഈ പർട്ടിക്കുലർ മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണിക അല്ലെങ്കിൽ ഒരു ഡസ്റ്റ് പാർട്ടിക്കിൾ, ഒരു പൊടി, ആ പൊടിയുടെ ടോട്ടൽ ഡയമീറ്റർ മൈക്രോ മീറ്ററിലൊക്കെയാണ് കണക്കാക്കുന്നത്. ഇത്രയും ചെറിയ സാധനം അത് നമ്മുടെ നേസൽ കാവിറ്റിയിലേക്ക് പോകാനുള്ള സാധ്യത അല്ലെങ്കിൽ വായുവിൽ നിൽക്കാനുള്ള സാധ്യത, അതിനെയാണ് ഈ പർട്ടിക്കുലർ മാറ്റർ വെച്ചിട്ട് നമ്മൾ പൊതുവെ പറയുന്നത്. ഇതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടിയില്ലേ, മുടിയുടെ പർട്ടിക്കുലേറ്റ് മാറ്റർ ആ ഒരു ലെവല് പറയുന്നത് 70 ആണ്. അത് വാരി ചെയ്യാം, 60 മുതൽ 100 വരെയൊക്കെ വാരി ചെയ്യാം. ആവറേജ് ആയിട്ട് ഒരു 70 to 80 ഒക്കെ പറഞ്ഞോളൂ. അപ്പൊ ഈ 80 സൈസുള്ള മുടിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിന്റെ 8-1 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം PM10 എന്ന് പറയുന്ന അളവ്. ഈ ഒരു PM10 ഡസ്റ്റ്, ശരിയായ ഡസ്റ്റ് ഒക്കെ ആ രീതിയിലുള്ളതാണ്. അതാണ് പൊള്ളൻ, നമ്മുടെ സസ്യങ്ങൾ പൂക്കുമ്പോഴുണ്ടാവുന്ന ചില, ഇത് ബാംഗ്ലൂർ ഏറ്റവും കൂടുതലുണ്ട് കേട്ടോ. ഈ പൊള്ളൻ ഒക്കെ വരുന്നത് അതാണ്. ആൻഡ് മോൾഡ്, ഇതിലൊക്കെ ഈ PM10 വരുന്നത്. ഈ PM10 ഡയറക്ട്ലി നമ്മുടെ ബ്ലഡിലേക്ക് അബ്സോർബ് ആവാൻ സാധ്യതയുണ്ട്, പെർട്ടിക്കുലർലി നമ്മുടെ സ്കിന്നിന്റെ പുറത്തുകൂടിയൊക്കെ. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക, എത്രമാത്രം ഡേഞ്ചറസ് ആകാൻ സാധ്യതയുണ്ട്, നമ്മുടെ ശരീരം എത്രമാത്രം കോപ്പപ്പ് ചെയ്തിട്ടാണ് നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കുക. ആൻഡ് PM2.5 എന്ന് പറയുമ്പോൾ ഇതിന്റെയും ഹയസ്റ്റ് ആയി അല്ല, വളരെ ചെറുതായി. ഈ PM2.5 പാർട്ടിക്കിൾസ് ആണ് വളരെ ഡേഞ്ചർ എന്ന് ലോകാരോഗ്യ സംഘടനയും അതുപോലെയുള്ള അഹാം പോലെയുള്ള പല ഓർഗനൈസേഷൻസും ഇതിനെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ടൊബാക്കോ സ്മോക്ക്
അതുപോലെ തന്നെ VOC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയും. അതുപോലെ തന്നെ ടോക്സിക് ആയിട്ടുള്ള ഗ്യാസസ്, നൈട്രസ് ഓക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ തന്നെ ഓസോൺ തുടങ്ങിയ പല സാധനങ്ങളും ഈ ടോക്സിക് ഗ്യാസസിൽ പെടുന്നതാണ് ഡയറക്റ്റ്ലി. കാരണം ഏതോ എഗൈൻ 1-2 മൂവിയിലൊക്കെ കാണിച്ചിരിക്കുന്ന ഒരു രീതി തന്നെ കാർബൺ മോണോക്സൈഡ് നമ്മുടെ റൂമിലേക്ക് എക്സ്ട്രാ കടത്തി വിട്ടിട്ട് ഒരു കില്ലിംഗ് മെത്തേഡ് തന്നെ കാണിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം ടോക്സിക് ആയിട്ടുള്ള ഈ എയർ നമ്മളെ എങ്ങനെ ഇല്ലാതാക്കുന്നു, നമ്മുടെ ജീവനുള്ള കോശങ്ങളെ എങ്ങനെ ഇല്ലാതാക്കുന്നു എന്ന് ഒരുപക്ഷെ ഐഡന്റിഫൈ ചെയ്യാൻ പോലും ചിലപ്പോൾ സമയമെടുത്തേക്കാം. നോർമൽ പോസ്റ്റ്മോർട്ടത്തിലൊന്നും അത് വന്നേക്കില്ല. ഓക്കെ. ആൻഡ് ഹൗസ് ഹോൾഡ് ഓഡേഴ്സ്, നമ്മൾ റൂം ഫ്രഷ്നേഴ്സും അല്ലെങ്കിൽ കാറിനകത്ത് ഫ്രഷ്നേഴ്സും ഒക്കെ ഉപയോഗിക്കുന്നില്ലേ, ഇതിന്റെയും സ്മെൽ ഒരുപക്ഷെ ഈ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ ഇടയിൽ പെടുന്നുണ്ടാവും. അതുകൂടാതെ PCBs എന്ന് പറയും, പോളിക്ലോറിനേറ്റഡ് ബൈഫീനൈൽസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി. ഇതൊക്കെ ആണ് പ്രധാനമായിട്ടുള്ള എയർ പൊല്യൂട്ടൻസ്. ഈ എയർ പൊല്യൂഷൻ നമ്മളെ എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു? ഞാനും അതേ റൂമിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ, പക്ഷെ എനിക്കത് ശ്വാസതടസ്സം ഉണ്ടാക്കിയില്ലല്ലോ എന്ന് ചോദിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം മുമ്പൊരു കാലത്ത് എനിക്കും ഈ ഒരു ആസ്മ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും അവര് കമ്പയർ ചെയ്യുന്നത് ഇത് എങ്ങനെ എനിക്ക് വന്നു, എങ്ങനെ അവർക്ക് വന്നില്ല എന്നുള്ള ഒരു രീതിയിലാണ് പൊതുവെ ആൾക്കാർക്ക് ആ ഒരു കമ്പാരിസൺ ഉണ്ടാവാം. ബട്ട് ദിസ് ഡിപ്പെൻഡ്സ് ഓൺ, ഇത് ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ചില ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്, അതിന്റെ സൈസ്, അതുപോലെ തന്നെ അത് എന്ത് രീതിയിലുള്ള സാധനമാണ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിന്റെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നതെങ്കിൽ കെമിക്കൽ കോമ്പോസിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് രണ്ടാമത്തത്. അതുകൂടാതെ ഇത് എത്ര നേരം നമ്മൾ ശ്വസിക്കുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ. ആൻഡ് അത് എത്ര ഡെൻസ് ആയിട്ടുള്ളതായിരുന്നു, അതിന്റെ ലെവൽ എങ്ങനെയായിരുന്നു ആ പൊല്യൂഷന്റെ എന്നുള്ളതാണ് നാലാമത്തെ ഫാക്ടർ. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ സസെപ്റ്റിബിലിറ്റി എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ശരീരം ഈ പൊല്യൂഷനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതും മറ്റൊരാളുടെ ശരീരം ഇതേ പൊല്യൂഷനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതും പൂർണ്ണമായിട്ടും വ്യത്യാസം ഉണ്ടാവും. അതിനെ ഒന്ന് മെയിൻ ഫാക്ടർ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ കപ്പാസിറ്റി എന്നുള്ളതാണ്. അതിനെ ഉപരോധിക്കാനുള്ള അല്ലെങ്കിൽ എതിർത്ത് തോൽപ്പിക്കാനുള്ള നമ്മുടെ ശരീരത്തിന്റെ കപ്പാസിറ്റി. രണ്ടാമത്തത് നോർമൽ ഹെൽത്ത്. മൂന്നാമത്തത് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ഓൾറെഡി ഉണ്ടോ, ഏതെങ്കിലും അവയവത്തിനെ ബാധിച്ചിട്ടുണ്ടോ. ഇങ്ങനെയുള്ള കുറച്ച് ഫാക്ടറാണ് ഇതിനകത്ത് ഇൻഡിവിജ്വൽ സസെപ്റ്റിബിലിറ്റിയിൽ വരുന്നത്. സോ ഇതൊക്കെ ആണെങ്കിൽ ഈ മനുഷ്യന്റെ ശരീരത്തിന് ഇത് എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു എന്ന് ഒന്ന് ഓടിച്ചു പോവാം. സാധാരണഗതിയിൽ എയർ നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്ന പ്രധാനപ്പെട്ട 2 പാസേജസ്, ഒന്ന് സ്കിന്നും മറ്റേത് നേസൽ പാസേജുമാണ്, നേസൽ കാവിറ്റി. ഈ നേസൽ കാവിറ്റി ആണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ടൽ എൻട്രി എന്ന് പറയാം. മീൻസ് അതാണ് ഏറ്റവും കൂടുതലായിട്ട് ഞാൻ നേരത്തെ ഇത്രയും ലിറ്റർ ശ്വസിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കൂടുതലായിട്ട് നമ്മുടെ നേസൽ മൂക്ക് മുഖേനയാണ് അകത്തേക്ക് കയറുന്നത്. ഇതുകൊണ്ട് തന്നെ റെസ്പിറേറ്ററി ഹെൽത്ത് അല്ലെങ്കിൽ ശ്വാസകോശമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആരോഗ്യത്തിനെ ഇത് കൂടുതലായിട്ട് ബാധിക്കുന്നുണ്ട്. ആസ്മ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഇതുവരെ ഇല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ശ്വസിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഉണ്ടാവാം. ഓൾറെഡി ആസ്മ ഉള്ള ആളാണെങ്കിൽ, ആസ്മ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ശരീരത്തിന്റെ പ്രത്യേകിച്ച് ഈ ഒരു നേസൽ ക്യാവിറ്റിയിൽ നിന്ന് അകത്തേക്ക് പോകുമ്പോൾ റെസ്പിറേറ്ററി ട്രാക്റ്റിലേക്കുള്ള ശ്വാസനാളത്തിലേക്കുള്ള ആ ഒരു വഴിയിൽ ഇൻഫ്ലമേഷൻ വന്നിട്ട് എയർ ബ്ലോക്ക് ആവുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വേണ്ടത്ര എയർ കിട്ടുന്നില്ല. എയർ സാധാരണഗതിയിൽ പല ഓക്സിജൻ കൂടാതെ പല വാതകങ്ങളും അടങ്ങിയിട്ടുള്ളതാണ്. ഓക്കെ, അതിൽ കൂടുതലും ഉള്ളത് നൈട്രജൻ ആണ്. ഓക്സിജൻ അറൌണ്ട് 17 to 21% മാത്രമേ വരുന്നുള്ളൂ. ഈ ഓക്സിജൻ ഹെവി കോൺസെൻട്രേഷനിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് തന്നെ നമുക്ക് ഒരുപക്ഷെ ടോക്സിക് ആവാം. സോ അത്രമാത്രം ഓക്സിജൻ ഒരുമിച്ച് എടുക്കാനും പാടില്ല. അപ്പൊ ഇതിനകത്തേക്ക് നേരിട്ട് അതാണ് ഓസോൺ എന്ന് പറഞ്ഞ ഒരു ടോക്സിക് വന്നത് കേട്ടോ നേരത്തെ. സോ ഇതിനകത്തേക്ക് ഈ നാസൽ പാസേജിനകത്തൂടെ എയർ പോയിട്ട് അത് ആസ്മ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അത് സിവിയർ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയോ ചെയ്യാം. അതുപോലെ തന്നെയാണ് COPD എന്ന് പറയുന്നത്, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. ബെൻസീനും ഫോർമാൽഡിഹൈഡും കാർസിനോജൻസ് ആണ്, ക്യാൻസർ കോസിംഗ് കോമ്പൗണ്ട്സ് ആണ് അതിന് പറയാം. സോ ഇത് ക്യാൻസർ ഉണ്ടാക്കുമെങ്കിൽ പ്രധാനമായിട്ട് നമ്മുടെ ലങ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്യാൻസർ തന്നെയാണ് കൂടുതൽ ഉണ്ടാക്കുന്നത്.
അത് കൂടാതെ മറ്റ് ചില ക്യാൻസറിനുള്ള കാരണങ്ങളും ഇവിടുന്ന് തുടങ്ങാം, അല്ലെങ്കിൽ ഈ ടോക്സിൻസ് മുഖേന തുടങ്ങാം. കാരണം ലിവർ ഒക്കെയാണ് ഈ ടോക്സിൻസിനെ അൾട്ടിമേറ്റ്ലി റിമൂവ് ചെയ്യേണ്ടത്. ടോക്സിൻസ് PM2.5 പോലെയുള്ള പാർട്ടിക്കിൾസ് എവിടത്തേക്ക് എത്തും എന്ന് പറഞ്ഞു? ബ്ലഡിലേക്ക്. ഈ ബ്ലഡ് എവിടുന്ന് ഫിൽട്ടർ ചെയ്ത് അല്ലെങ്കിൽ അതിൽ നിന്ന് ടോക്സിൻസിനെ റിമൂവ് ചെയ്യുന്നത് നമ്മുടെ ലിവറും കിഡ്നിയാണ്. അപ്പൊ പ്രധാനമായിട്ട് ലിവറാണ് അതിൽ വർക്ക് ചെയ്യുന്നത്. ഈ ലിവർ എന്ത് ചെയ്യും? പലതരത്തിലുള്ള ടോക്സിൻസിനെ ഒന്നുകിൽ ഫാറ്റിലേക്ക് കൊണ്ടുപോയിട്ട് ഫാറ്റിനകത്ത് നിറച്ച് അതിനെ പുറത്തേക്ക് തള്ളാൻ ശ്രമിക്കും. ഇൻ കേസ് അത് തള്ളിയില്ലെങ്കിൽ ഇതേ ഫാറ്റ് തന്നെ എവിടെയെങ്കിലും സ്റ്റോർ ആവും ശരീരത്തിൽ. പുറത്തേക്ക് പോയില്ലെങ്കിൽ അത് സ്റ്റോർ ആവും. ഈ സ്റ്റോർ ആവുന്ന ഫാറ്റ് പിന്നെ എപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? ഉണ്ടാക്കുന്ന സമയം നമ്മൾ ഫാറ്റ് ലോസ് അല്ലെങ്കിൽ വെയിറ്റ് മാനേജ്മെന്റ് പ്രോഗ്രാമിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഈ കൊഴുപ്പ് ശരീരത്തിൽ ശരീരത്തിൽ നിന്ന് പുറന്തള്ളാനോ അല്ലെങ്കിൽ യൂസ് ചെയ്യാനോ ശ്രമിക്കും. അങ്ങനെ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ ഫാറ്റിനകത്തുള്ള ടോക്സിൻസും പുറത്തേക്ക് വരും, ബ്ലഡിലേക്ക് വരും. ഇത് ബ്ലഡിന് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സോ അങ്ങനെ പല രീതിയിലാണ് ഇത് ശരീരത്തിൽ വർക്ക് ചെയ്യുന്നത്, പ്രത്യേകിച്ചും പൊല്യൂഷൻ അല്ലെങ്കിൽ ടോക്സിൻസ്. ഓക്കെ, രണ്ടാമത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് കാർഡിയോ വാസ്കുലർ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ രക്തചംക്രമണ വ്യവസ്ഥ. ഇതില് ഒന്ന് BP കൂടാം, അതുപോലെ തന്നെ ഹേർട്ട് ഡിസീസ് പോലെയുള്ള കാര്യങ്ങൾ കൂടാം. കാരണം ഹേർട്ടിന് കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ശരിയായ വർക്കിന് വേണ്ട ഓക്സിജനും മറ്റു കാര്യങ്ങളും കിട്ടുന്നുണ്ടാവില്ല. ഈ ശ്വാസകോശം എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഓക്സിജൻ തരുന്നത്? നമ്മുടെ ഹേർട്ടിൽ നിന്നുള്ള രക്തം, അശുദ്ധ രക്തം ഈ നമ്മുടെ ശ്വാസകോശത്തിന്റെ ആൽവിയോളൈ എന്ന് പറയുന്ന ആ ചെറിയ സാക്ക്, ചെറിയ സഞ്ചികളിൽ അവിടെ എത്തിയിട്ട് അശുദ്ധ രക്തം അവിടെ എത്തുമ്പോൾ അതിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്കും ശ്വാസകോശത്തിൽ നിന്നുള്ള ഓക്സിജൻ ഈ ബ്ലഡിലേക്കും വന്നിട്ട് അവിടെ തിരിച്ചത് ശുദ്ധരക്തമായിട്ട് അല്ലെങ്കിൽ ഓക്സിജൻ അടങ്ങിയ രക്തമായിട്ട് തിരിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തും. ഹൃദയം അത് ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കും പമ്പ് ചെയ്യാണ് ചെയ്യുന്നത്. സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ സിസ്റ്റം ശരിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. ഒരുപക്ഷെ ഓക്സിജൻ വേണ്ട അളവിൽ കിട്ടുന്നുണ്ടാവില്ല. അതുപോലെ തന്നെ അതുകൊണ്ടും നമ്മുടെ ഹേർട്ടിന് പ്രശ്നം ഉണ്ടാവാം. സ്ട്രോക്ക് പോലെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാവാം. ആർട്ടീരിയൽ ഡാമേജ്, രക്തക്കുഴലുകൾക്ക് ഡാമേജ് സംഭവിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോക്സിൻസും പാർട്ടിക്കിൾസും രക്തക്കുഴലുകളിൽ എവിടെയെങ്കിലും അടിഞ്ഞുകൂടുകയാണെങ്കിൽ, നേരത്തെ ഞാൻ കൊഴുപ്പിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ഇതും അടിഞ്ഞുകൂടുകയാണെങ്കിൽ ഈ അടിഞ്ഞുകൂടുന്നത് ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിന് ദോഷകരമായി ബാധിക്കാം. അവിടെ സ്ട്രോക്ക് വരാനോ അല്ലെങ്കിൽ മറ്റ് ഡാമേജസ് വരാനോ സാധ്യതയുണ്ട്. ഹേർട്ട് റീത്തം അല്ലെങ്കിൽ ഹേർട്ടിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു റിതം ഉണ്ട് അല്ലെ, 72 പൾസ് റേറ്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു പൾസ് റേറ്റ് അല്ലെങ്കിൽ റിതത്തിന് ഇത് ബ്ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ അതിൽ ഡിസ്റപ്ഷൻ ഉണ്ടാക്കാം. മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് നെർവസ് സിസ്റ്റം. നമ്മുടെ നെർവസ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഞാനിപ്പോ നെക്സ്റ്റ് മൊമെന്റിൽ എന്താണ് പറയേണ്ടതെന്ന് ചിന്തിക്കുന്നതും അല്ലെങ്കിൽ ആ ഒരു ഒഴുക്ക് വരുന്നതും ഒക്കെ എങ്ങനെയാണ്? നമ്മുടെ നെർവസ് സിസ്റ്റം ശരിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? അവിടെ കോഗ്നിഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു കാര്യത്തിനെ അനലൈസ് ചെയ്തിട്ട് അപഗ്രഥിച്ച് അതിൽ നിന്ന് നെക്സ്റ്റ് കാര്യങ്ങൾ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ തീരുമാനിക്കാനോ ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണത്. ഈ നെർവസ് സിസ്റ്റത്തിന് കോഗ്നിറ്റീവ് ഡിക്ലൈൻ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് പെട്ടെന്ന് നമുക്ക് ഡിസിഷൻ എടുക്കേണ്ട സമയത്തും ഡിസിഷൻ എടുക്കാൻ പറ്റാതിരിക്കുക. അതുകൊണ്ട് ഒരുപക്ഷെ ആക്സിഡന്റ് പോലും സംഭവിക്കാം അല്ലെ? അങ്ങനെയുള്ള നിക്ക് ഓഫ് ദ മൊമെന്റ് നമുക്ക് ആ ഇത് കിട്ടിയില്ലെങ്കിൽ ചില സമയത്ത് പേരുകൾ പെട്ടെന്ന് കിട്ടാതിരിക്കുക, പല രീതിയിൽ വരാം ആ കോഗ്നിറ്റീവ് ഡിക്ലൈൻ എന്ന് പറയുന്നത്. ഇത് പല ഏജുകളിലും വരാറുണ്ട്. പക്ഷെ നേരത്തെ വന്നു കഴിഞ്ഞാലോ അത് നമ്മുടെ ശരീരത്തിന് ഒട്ടാകെയും അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ ഹെൽത്തിനെ നന്നായിട്ട് ബാധിക്കും. ആങ്സൈറ്റി, ടെൻഷൻ ഉണ്ടാവുക പെട്ടെന്ന്, അതുപോലെ തന്നെ ഡിപ്രഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ, അൽഷിമേഴ്സ് ഡിസീസ്, ഓർമ്മക്കുറവ്, ഡെമെൻഷ്യ, അഗൈൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏർലി ഏജിൽ വരാനുള്ള, ഇപ്പോഴ് അൽഷിമേഴ്സും ഡിമെൻഷ്യ ഒക്കെ ഇപ്പൊ വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് അല്ലെ? വൈറ്റമിൻ B12 ആണ് ഒരു റീസൺ എങ്കിൽ അതുകൊണ്ട് മാത്രം തീരുന്നില്ല. ഈ പ്രശ്നങ്ങൾ ഒരുപക്ഷെ മുമ്പൊക്കെ 70 80 വയസ്സ് കഴിഞ്ഞിട്ടാണ് ആൾക്കാരിൽ കാണപ്പെട്ടിരുന്നതെങ്കിൽ ഇപ്പൊ ഒരു 50 വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സ് ആകുമ്പോഴേക്ക് തന്നെ അൽഷിമേഴ്സ് ഒക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. റീസൺ പലതാകാം. ഓക്കെ, നെക്സ്റ്റ് ഒരു സിസ്റ്റം എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ്. നമ്മുടെ പ്രത്യുൽപാദന വ്യവസ്ഥ സ്ത്രീകളുടെയും പുരുഷന്റെയും
വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹോർമോൺസ് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. ഈ ഹോർമോണുകളൊക്കെ ശരിയായ രീതിയിൽ പോകുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മുടെ ഒരു സ്മൂത്ത് പ്രഗ്നൻസി ഉണ്ടാവുന്നതെന്ന് വേണമെങ്കിൽ പറയാം. പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസും മിസ്കാരേജസും ഇതിന്റെ മുകളിലൊക്കെ ഒത്തിരി റിസർച്ചുകളും സ്റ്റഡികളും ഒക്കെ നടന്നിട്ടുണ്ട്. അതിലൊക്കെ പ്രധാനമായിട്ട് പറയുന്നത് എയർ പൊല്യൂഷൻ ഒരു പ്രധാന ഫാക്ടർ ആണെന്നാണ്. സോ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് പ്രഗ്നൻസി ഡെലിവറി റിലേറ്റഡ് ആയിട്ട് അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഹോസ്പിറ്റൽ പൊല്യൂട്ടഡ് സിറ്റിയിലാണോ എന്ന് തീർച്ചയായിട്ടും ഒന്ന് ചെക്ക് ചെയ്യാം. ലോ ബർത്ത് വെയിറ്റ്, ആ ഒരു 10 മാസത്തെ പ്രഗ്നൻസിക്ക് ശേഷമാണ് ഒരു കുട്ടിയുടെ ബർത്ത് വെയിറ്റ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവുന്നത് അല്ലെ. ആ സമയത്ത് കഴിക്കുന്ന ഭക്ഷണം പല ഫാക്ടർ അവിടെയും ഉണ്ട്. എഗെയിൻ പൊല്യൂട്ടഡ് ആയിട്ടുള്ള എൻവയോൺമെന്റിലാണ് ഈ 10 മാസം കഴിഞ്ഞതെങ്കിൽ ആ ഒരു സ്ത്രീയുടെ വയറ്റിലുള്ള കുട്ടിയുടെ ബർത്ത് വെയിറ്റ്, ആ പ്രസവത്തിന്റെ സമയത്തുള്ള ബർത്ത് വെയിറ്റ്, ജനന വെയിറ്റ് വളരെ കുറവായിരിക്കും എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഫുൾ ടേം അല്ലെങ്കിൽ 10 മാസം 9 മാസവും 10 ദിവസവും 280 ഡേയ്സ് കഴിയുന്നതിന് മുമ്പ് തന്നെ പ്രസവിക്കാനുള്ള ചാൻസസ് കൂടുന്നുണ്ട്. ഇത് ആ ഒരു ചെറിയ കുട്ടിയിൽ തന്നെ, ഇൻഫന്റിൽ തന്നെ ഓർഗനോജെനിസിസ് അല്ലെങ്കിൽ ഓർഗൻ ഫോർമേഷനെ ബാധിക്കുന്നു. അതുപോലെ തന്നെ കുട്ടിയുടെ ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടും വളരെ കൂടുതലായിട്ട് ഇത് ബാധിക്കുന്നുണ്ട്. ഇവിടെയും തീരുന്നില്ല. നോർമലി ഒരു അമ്മയുടെ വയറ്റിലുള്ള കുഞ്ഞിന് അമ്മയുടെ ഹോർമോണൽ ചേഞ്ചസ് എന്തൊക്കെയുണ്ടോ അതൊക്കെ തീർച്ചയായിട്ടും ആ കുഞ്ഞിനെയും ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് മറ്റു പല കോംപ്ലിക്കേഷൻസിലേക്കും പോകുന്നുണ്ട്. ഇനി അതിന്റെയൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കാം. പലതരത്തിലുള്ള റിസർച്ചുകളും നടന്നു കാണുന്നില്ല. എൻഡോക്രൈൻ സിസ്റ്റം, ഇപ്പൊ ഞാൻ പറഞ്ഞ ഹോർമോണൽ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ നേരിട്ട് പറയുകയാണെങ്കിൽ തൈറോയിഡ് ഹോർമോൺ അല്ലെങ്കിൽ തൈറോയിഡിൽ തന്നെ T3 ഹോർമോൺ, അതിന്റെ ആക്റ്റീവ് ഫോം കൺവേർഷന് വേണ്ടിയിട്ട് ഒരു പക്ഷേ സിഗരറ്റ് സ്മോക്ക് ഡയറക്ട്ലി ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് ഗോയിട്രോജനിക് എഫക്റ്റ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. സോ അത് തൈറോയിഡ് ഗ്ലാൻഡിന്റെ വീക്കത്തിനും ഗോയിറ്റർ ഫോർമേഷനും കാരണമാകാം. ഇതും കൂടാതെ മറ്റൊരു സ്പെസിഫിക്കേഷൻ വരുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പല പോപ്പുലേഷൻ അല്ലെങ്കിൽ പല രീതിയിലുള്ള ആളുകളിൽ ഇത് എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. കുട്ടികളെ പറ്റി ഞാൻ കുറച്ചു നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികൾ പൊതുവെ ശ്വസിക്കുന്ന വായുവിന്റെ അളവ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവരിൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ലെ, ചെറുപ്പത്തിൽ ആസ്മ ഉണ്ടായിരുന്നു പിന്നീട് അത് ഉണ്ടായില്ല എന്ന് കേൾക്കുന്ന അല്ലേ, ഒരു 10-12 വയസ്സാകുമ്പോഴേക്കും അത് ഒരു പക്ഷെ മാറി എന്നൊക്കെ പറയാം. റീസൺ അവരുടെ ശ്വാസകോശത്തിലേക്ക് എത്തുന്ന വായുവിന്റെ അളവ് കുറയുന്നതാവാം. അതല്ലെങ്കിൽ അവർ സിറ്റി മാറിയിട്ട് ഒരു പക്ഷെ ഗ്രാമത്തിലേക്ക് താമസിക്കാൻ വരുന്നതാവാം. ഇങ്ങനെ പല റീസൺസും അതിലുണ്ടാവാം. സ്ത്രീകളിൽ പൊതുവെ പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് റീസൺസ് ഉണ്ട്. ഞാൻ നേരത്തെ പ്രഗ്നൻസി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞിരുന്നു. ബട്ട് അത് കൂടാതെ പൊതുവെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബലി തന്നെ 4ാമത്തെ ഡെത്ത് കോസ് ആയിട്ടാണ് ഈ ഒരു എയർ പൊല്യൂഷനെ കണക്കാക്കിയിട്ടുള്ളത്. സോ വായുമലിനീകരണം പെർട്ടിക്കുലർലി സ്ത്രീകളെ കൂടുതൽ എഫക്ട് ചെയ്യാൻ ഒരു റീസൺ വരുന്നത് ഈ അവരുടെ ഹോർമോൺ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവർക്കുള്ള ഏറ്റക്കുറച്ചിലുകളും അല്ലെങ്കിൽ മന്ത്ലി സൈക്കിൾസും ഒക്കെ ആവാം ഒരു റീസൺ വരുന്നത്. പ്രായമുള്ള ആൾക്കാരില് ഓൾറെഡി പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ്, പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാൻ സാധ്യത കൂടുതലുള്ളത് കൊണ്ട് തന്നെ അവരിൽ എയർ പൊല്യൂഷൻ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും കൂടി വരുന്നത് കാണാറുണ്ട്. അല്ലെ, പ്രായമുള്ള ഒരു 70 വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ആസ്മ അത് സാധാരണമാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് ഇപ്പോഴെത്തിക്കഴിഞ്ഞു. പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ് എന്ന് പറയുന്നത് പൊതുവെ റെസ്പിറേറ്ററി അല്ലെങ്കിൽ കാർഡിയോവാസ്കുലാർ ചലഞ്ചസ് ആണെങ്കിൽ, രക്തചംക്രമണവും അതുപോലെ ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളുള്ള ആൾക്കാരിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ചില ആളുകളിൽ ഓൾറെഡി ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടാവാറുണ്ട്. ആ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, പോഷകാഹാരക്കുറവ് ഉണ്ടായിരുന്നെങ്കിൽ അതും ഈ എയർ പൊല്യൂഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളെ രൂക്ഷമാക്കാറുണ്ട്. സോ എന്താണ് നമ്മുടെ എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത് ഇത്രമാത്രം പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? അവിടെയും നമുക്ക് യെസ് എന്നൊരു ആൻസർ ആണ് കിട്ടിയിട്ടുള്ളത്. പ്രത്യേകിച്ചും എയർ പൊല്യൂട്ടഡ് ആയിട്ടുള്ള എൻവയോൺമെന്റിലുള്ള സസ്യങ്ങളിൽ അതിന്റെ ന്യൂട്രീഷണൽ വാല്യൂ പൊതുവെ കുറവാണ്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ എയർ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങിക്കുന്ന പച്ചക്കറികളിലേക്ക് ന്യൂട്രീഷണൽ അളവ് ഒരു ഗ്രാമത്തിൽ പോയി നമ്മൾ വാങ്ങിക്കുമ്പോഴുള്ള ന്യൂട്രീഷണൽ അളവുമായിട്ട് വളരെ വ്യത്യാസമുണ്ട്. അത് ജസ്റ്റ് പൊതുവെ നമ്മൾ എന്താ പറയുന്നത്, ഗ്രാമത്തിലുള്ള പച്ചക്കറികള് നമ്മൾ ടൗണിലേക്ക് എത്തുമ്പോഴേക്കും അതിനകത്ത് പലതരത്തിലുള്ള പെസ്റ്റിസൈഡ്സോ അല്ലെങ്കിൽ ഈവൻ പ്രിസർവേറ്റീവ്സ് ഒക്കെ അടിച്ചു വരുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന് അതിന്റെ ടോക്സിക് എഫക്റ്റ് കൂടുതൽ എന്നാണ്. ടോക്സിക് എഫക്റ്റിന്റെ മാത്രം വ്യത്യാസമല്ല, ഈവൻ ആ ഒരു പച്ചക്കറികള് നമ്മുടെ ടൗണിൽ തന്നെ ഉണ്ടാക്കുന്നതാണെങ്കിൽ അതിനകത്ത് ആ പൊല്യൂഷൻ ഇമ്പാക്ട് കൊണ്ട് സസ്യങ്ങളിൽ എഗൈൻ റീസൺ അത് തന്നെയാണ്. നമ്മുടെ ശരീരം പോലെ തന്നെ സസ്യങ്ങളുടെ ശരീരവും ഈ ഒരു എയർ പൊല്യൂഷനെ കൂടുതലായിട്ട് ഉപരോധിച്ചു വയ്ക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രധാനപ്പെട്ട ന്യൂട്രീഷണൽ കണ്ടന്റ്സ് ഒക്കെ ഒരുപക്ഷെ ആ ഉപരോധത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നുണ്ടാവാം. പിന്നീട് ആ ഒരു സസ്യത്തിലുള്ള ന്യൂട്രീഷണൽ കണ്ടന്റ് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ന്യൂട്രീഷണൽ കണ്ടന്റ് കുറയുന്നുണ്ടാവാം. ഇത് നമ്മള് പലതരത്തിലുള്ള ഡയറ്റുകളും പറയുന്ന സമയത്ത് സാധാരണ ചിന്തിക്കാറുണ്ട്, എന്താ ഓക്കെ നിങ്ങൾ 100 ഗ്രാം തക്കാളി കഴിക്കും അല്ലെങ്കിൽ 200 ഗ്രാം ക്യാരറ്റ് കഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അളവ് കൊടുത്തു കഴിഞ്ഞാൽ ഈ 200 ഗ്രാം ക്യാരറ്റിലുള്ള ആക്ച്വൽ അളവ് ന്യൂട്രീഷൻ നമുക്ക് കിട്ടുന്നുണ്ടാവില്ല എന്നർത്ഥം. ഓക്കെ, രണ്ടാമത്തെ ഒരു ഇമ്പാക്ട് വരുന്നത് വൈറ്റമിൻ ഡിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത് അൾട്രാ വയലറ്റ് ബി റേസ് ആണ് അല്ലെ. സാധാരണഗതിയിൽ രാവിലെ 11 മണിക്കും വൈകുന്നേരം 4 മണിക്കും ഇടയിലുള്ള നല്ല ഉച്ച സമയത്ത് ഒരു 20 മിനിറ്റ് എങ്കിലും വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ അൾട്രാ വയലറ്റ് ബി റേസ് നമ്മുടെ സ്കിന്നിൽ തന്നെ ത്വക്കിനടിയിൽ ഉള്ള കൊളസ്ട്രോൾ ഉപയോഗിച്ചിട്ട് അവിടെ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നു. അത് പിന്നെ ആക്റ്റീവ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന അൾട്രാവയലറ്റ് ബി റേസിന്റെ അളവ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന്റെ കപ്പാസിറ്റി കുറയും, അല്ലെങ്കിൽ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈറ്റമിൻ ഡിയുടെ അളവ് കുറയും. ഇത് നമ്മളെ വൈറ്റമിൻ ഡി പൊതുവെ ഒരു ഇമ്മ്യൂണോ മോഡുലേറ്റർ ആണ്. സോ ആ ഒരു ഇമ്മ്യൂണോ മോഡുലേറ്ററിന്റെ വർക്ക് ശരിയായ രീതിയിൽ നടക്കാതെ വരും. അതും നമ്മളെ ദോഷകരമായിട്ട് ബാധിക്കാം. ഓക്കെ, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എയർ പൊല്യൂഷൻ അല്ലെങ്കിൽ വായുമലിനീകരണം നമ്മളെ സംബന്ധിച്ച് തരുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാ? ഒന്ന്, പലതരത്തിലുള്ള ടോക്സിൻസ് തരും, അത് നമ്മുടെ ബ്ലഡിലേക്ക് എത്താം. രണ്ടാമത്തത് സ്ട്രെസ് തരും അല്ലെ. പൊല്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ ഒത്തിരി നേരം നിൽക്കുമോ? ഇല്ല, അത് ഓട്ടോമാറ്റിക്കലി സ്ട്രെസ് ആണ്. ഈ വൈറ്റമിൻ ഡി ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ പോലും സാധാരണഗതിയിൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഉച്ച നേരത്തൊന്നും പോയി നിൽക്കാനുള്ള സാധ്യതയും കുറയാണ്. അതുകൊണ്ട് തന്നെ അൾട്രാവയലറ്റ് ബി റേസ് എഗൈൻ ശരീരത്തിൽ എത്തുന്നത് കുറയാണ് ചെയ്യുന്നത്. സോ ആസ് എ ഹോൾ അത് സ്ട്രെസ്ഫുൾ ആണ്. ന്യൂട്രീഷന്റെ അളവ് കുറയ്ക്കും, അതുപോലെ തന്നെ കെമിക്കൽസിന്റെ അളവ് കൂട്ടുകയും ചെയ്യും. ഇമ്മ്യൂണിറ്റി, നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി ലെവൽ പൊതുവെ അത് തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുകൂടാതെ നമ്മുടെ ശരീരത്തിനകത്തുള്ള ചില പെർട്ടിക്കുലർ ജനറ്റിക്കൽ ഫാക്ടേഴ്സിനെ മോഡിഫൈ ചെയ്യാൻ കെൽപ്പുണ്ട്. ഈ ജനറ്റിക്കൽ ഫാക്ടേഴ്സിലേക്ക് ഞാൻ അടുത്ത ദിവസം വരുന്നുണ്ടാവും, കാരണം ഇന്ന് ഓൾറെഡി നല്ല സമയമായിട്ടുണ്ട്. സോ ജനറ്റിക് മോഡിഫിക്കേഷനെ നമുക്ക് ബ്ലോക്ക് ചെയ്യേണ്ടതുണ്ട്. കാരണം ആ ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പലപ്പോഴും അത് നമ്മളെ വളരെ മോശം രീതിയിൽ ബാധിക്കുകയും അടുത്ത തലമുറയെ പോലും അത് ബാധിക്കാൻ സാധ്യതയുണ്ടാവുകയും ചെയ്യും. ജനറ്റിക് മോഡിഫിക്കേഷൻ എന്ന് ഉദ്ദേശിച്ചത് പൂർണ്ണമായിട്ടും തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടണം എന്നുള്ള ഒരു കാര്യമല്ല. നമ്മുടെ ശരീരത്തിൽ ഇപ്പം പല ഫാക്ടേഴ്സും, ഇപ്പൊ പ്രോട്ടീൻ സിന്തസിസ് അല്ലെങ്കിൽ വൈറ്റമിൻസിന്റെ യൂസേജ്, ഇങ്ങനെ തുടങ്ങിയിട്ട് പല ഫങ്ഷൻസ് നടക്കുന്നില്ലേ, ഉപാപചയ പ്രവർത്തനങ്ങൾ. ഈ ഫങ്ഷൻസ് എങ്ങനെ നടക്കണം എന്ന് തീരുമാനിക്കുന്നത് ആരാ? നമ്മുടെ ശരീരത്തിനകത്തുള്ള പല ജീനുകളാണ്. ഈ ജീനുകളെ ശരിയായ രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ഓക്കെ. പക്ഷെ ഇത്തരം ടോക്സിൻസ്, പൊല്യൂഷൻ ഒക്കെ കൂടിയിട്ട് ആ ജീനുകളെ സ്വാധീനിച്ച് അവയിൽ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ, ജനിതക വൈകല്യങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ഫങ്ഷനിങ് തന്നെ ശരിയായ രീതിയിൽ നടക്കാതെ വരും. അതാണ് നേരത്തെ ഞാൻ ഒരുപക്ഷെ സ്മോക്കിംഗ് ഗോയിട്രോജനിക് എഫക്റ്റ് ഉണ്ട് നമ്മുടെ തൈറോയ്ഡ് ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടെന്ന് പറയാൻ കാരണം. സോ അത്തരം മോഡിഫിക്കേഷൻസിനെ നമ്മൾ എയർ പൊല്യൂഷൻ ഉണ്ടാവുന്ന സമയത്ത് ഒരു സാധ്യതയാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസും നമ്മുടെ വരാനുള്ള സാധ്യതയുണ്ട്. അതുമായിട്ട് ശരീരത്തിന് ഫൈറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയുന്നുണ്ട്. സോ
ആസ് എ ഹോൾ വായു മലിനീകരണം നമ്മളെ സംബന്ധിച്ച് വളരെ ദോഷകരമായ രീതിയിലേക്ക് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനിയും കൂടുതലാവാനുള്ള സാധ്യതകളുണ്ട്. ഇതിനൊരു തടയിടേണ്ടത് തീർച്ചയായിട്ടും നമ്മൾ തന്നെയാണ്. സോ എങ്ങനെയാണ് ആ ഒരു ഫാക്ടറിലേക്ക് അല്ലെങ്കിൽ അതിന്റെ പലവിധമാകെ നമ്മളത് ഒന്ന് ബ്ലോക്ക് ചെയ്യാനും അല്ലെങ്കിൽ ശരീരത്തിനെ ഒന്നുകൂടി മെച്ചപ്പെടുത്താനും ഒക്കെ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിലേക്ക് നമുക്ക് അടുത്ത ആഴ്ച കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകാം. ഓക്കെ, താങ്ക് യു. ബാക്ക് ടു ഹോസ്റ്റ്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. സാർ പറഞ്ഞ പല പോയിന്റ്സുകളും വളരെയധികം ശ്രദ്ധിക്കുന്നു. കാരണം പ്രത്യേകിച്ച് വായുമലിനീകരണത്തിന്റെ കണ്ടന്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഡെത്ത് ടോള് വളരെ കൂട്ടുന്നതാണ് വായുമലിനീകരണം. തന്നെയുമല്ല, കുട്ടികളില് തീരെ ചെറിയ കുട്ടികൾ 3 times ആണ് അവര് ഇൻഹെയിൽ ചെയ്യും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സാധ്യതകൾ കൂടുതലാണ്. കുട്ടികളാണെങ്കിൽ 2x. അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ പ്രത്യേകിച്ച് വാഹനത്തിന്റെ അകത്തുള്ള പൊല്യൂഷന്റെ കണ്ടന്റ്, അപ്പൊ ഇത് എങ്ങനെ നമ്മുടെ ശരീരത്തിലേക്ക് അഫക്ട് ചെയ്യുന്ന വളരെ കൃത്യമായിട്ട് സാർ എക്സ്പ്ലെയിൻ ചെയ്തു. സോ താങ്ക് യു വെരി മച്ച്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങൾ, സംശയങ്ങൾ, എന്തെങ്കിലും കൂടുതൽ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. വായു മലിനീകരണം നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടത് സാർ പറഞ്ഞ പോലെ ബ്രഹ്മപുരത്തിന്റെ ആ തലത്തിലാണ്. അന്നാണ് ശരിക്കും അത് ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ നമ്മളിലേക്ക് അത് ഫീൽ ചെയ്യും. തൊട്ടടുത്ത ഡിസ്ട്രിക്റ്റുകളിൽ പോലും അതിന്റെ പ്രതിഫലനങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ആഡ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. റോയ് സർ, സ്റ്റാർട്ട് ചെയ്യാം. വായു മലിനീകരണത്തിന്റെ എങ്ങനെ നമ്മൾ മനുഷ്യ ജീവിതത്തെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ജനറൽ ആയിട്ടൊരു ഇൻട്രഡക്ഷനാണ് സാർ നമുക്ക് തന്നത്. പക്ഷെ പല കാര്യങ്ങളും നമ്മൾ ഈ വായു മലിനീകരണവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണെന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തിയ ചില സിറ്റുവേഷൻസ് സാറ് പറഞ്ഞതിലുണ്ടായി. സാറ് പറഞ്ഞ പോലെ തന്നെ കൊച്ചുകുട്ടികൾക്ക് ഇൻഫാൻറ്റ് സ്റ്റേജിൽ കൂടുതൽ നല്ല ശുദ്ധവായു കിട്ടേണ്ടതുണ്ട്. അതായത് ഒരു അഡൽറ്റിൻ്റെയും 3 ഇരട്ടി വായു ഉപയോഗിക്കുന്ന ഒരവസ്ഥയാണെന്ന് പറഞ്ഞു. ആ കാര്യവും പിന്നെ വേൾഡ് വൈഡായിട്ട് 50 കൺട്രികളിൽ തിരഞ്ഞെടുത്തതിൽ 43 ഇന്ത്യയാണ് എന്ന് പറയുന്ന ഭാഗമൊക്കെ വായു മലിനീകരണത്തിൻ്റെ ഒരു പ്രാധാന്യം എടുത്ത് കാണിക്കുന്നത്. നമ്മൾ ഈ ഡൽഹി മറ്റേ അവിടെയൊക്കെയാണ് വായു മലിനീകരണം വരുന്നത് എന്നൊക്കെ ധരിച്ചിരുന്നത്. ഇന്ത്യയും അങ്ങനല്ല. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പച്ചക്കറികളും മറ്റുമൊക്കെ ഗ്രാമത്തിൽ നിന്ന് വരുന്നത് കൂടുതൽ ശുദ്ധമായ ഈ വായുമലിനീകരണത്തിൽ വരുന്ന സസ്യങ്ങൾക്കൊക്കെ അതിൻ്റെതായ ദോഷങ്ങളുണ്ടെന്നും അത് കഴിച്ചാൽ മനുഷ്യനുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ സാർ പറഞ്ഞു തന്നു. അതുപോലെ തന്നെ ഈ എൻഡോക്രൈൻ സിസ്റ്റത്തിലും ഒക്കെ T3 ഹോർമോണിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്തുന്നതിന് ഈ വായുമലിനീകരണം ഉപകരിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ആങ്സൈറ്റി, ഡിസ്ട്രസ്, ഇതെല്ലാം അൾസിമേഴ്സ്, ഡിമെൻഷ്യ, ഇതിൻ്റെ ഒക്കെ കാരണങ്ങൾ ഈ വായു മലിനീകരണത്തിന് വലിയ റോളുണ്ട് എന്ന് സാറ് പറഞ്ഞു. ഏതായാലും വായു മലിനീകരണത്തിൻ്റെ കാര്യത്തിൽ ജനറലായിട്ടൊരു ഐഡിയ വന്നതും ഉള്ളൂ. അത് കൂടുതലായിട്ട് ഈ കാര്യങ്ങൾ ഓരോന്നും മനസ്സിലാക്കാനുള്ള ആഗ്രഹം ഇപ്പോൾ തോന്നി തുടങ്ങി സാറിൻ്റെ ഇൻട്രഡക്ഷനിൽ നിന്ന്. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല ഈ വായു മലിനീകരണത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉള്ളത് എന്ന് നമുക്ക് പറഞ്ഞു തന്നു. ഏതായാലും സാറിന് തുടർന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സാറ് പറഞ്ഞു തരും എന്നുള്ള വിശ്വാസത്തിൽ സാറിനെ അഭിനന്ദിക്കുന്നു. താങ്ക് യു സാർ. ഓക്കെ സാർ, താങ്ക് യു. വേറെ ആർക്കാണ്? ടോമി സാർ, മിനു മാം, സാർ, ഞാൻ പറഞ്ഞോട്ടെ സാർ. ഹലോ ഹലോ സാർ, ഞാൻ പറഞ്ഞോട്ടെ. പറയൂ.
ഓക്കെ, സനൽ സാറിൻ്റെ വളരെ വിജ്ഞാനദായകമായ ക്ലാസ് കേട്ടു. വളരെ സന്തോഷമുണ്ട്. സാറ് വളരെ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെയധികം പഠിച്ചിട്ടാണ് പറയുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിൽ വളരെ സന്തോഷമുണ്ട്. എനിക്ക് ഒരു അനുഭവം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഞങ്ങൾ ഡൽഹിയിൽ പോയി സ്ഥിരമായിട്ട് നിൽക്കുന്ന 1 മാസം 2 മാസം 4 മാസം വരെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ സ്ഥിതിയും ഇവിടുത്തെ സ്ഥിതിയുമായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് പറയുകയാണ്. ഡൽഹിയിൽ പോയി നിൽക്കുമ്പോൾ ഈ കൂടുതൽ പൊല്യൂഷനുള്ള സമയത്ത് അന്തരീക്ഷം തന്നെ എങ്ങനെ എന്തോ ഒരു മഞ്ഞ് നിറഞ്ഞ പോലെയുള്ള ഒരു അവസ്ഥയിൽ വരെ എത്താറുണ്ട്. അതുവരെ അവിടെ പൊല്യൂട്ടഡ് ആവാറുണ്ട്. ആ സമയത്ത് അവിടെയുള്ള ആൾക്കാർക്ക് വലിയ പ്രശ്നമില്ലെങ്കിലും അവരെ പോലെ നമ്മൾ കുറച്ച് സമയം പുറത്തിറങ്ങി നടന്നു കഴിഞ്ഞാൽ നമുക്കെന്തോ ഒരു അസ്വസ്ഥത, ഒരു ശ്വാസം മുട്ടൽ പോലെ എന്തോ ഒരു അസ്വസ്ഥത നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ വീടിനുള്ളിൽ വരുമ്പോഴെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാ റൂമിലും ഞങ്ങൾ എയർ പ്യൂരിഫയർ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ എയർ പ്യൂരിഫയറിൽ ഉള്ളത് കൊണ്ട് തന്നെ വീടിനുള്ളിൽ കുറച്ച് സ്വസ്ഥമായിട്ട് നമുക്കതൊരു അസ്വസ്ഥത തോന്നില്ല. അതുകൊണ്ട് ഈ കൂടുതൽ പൊല്യൂഷനുള്ള സമയത്ത് ഞങ്ങൾ അധികം പുറത്തിറങ്ങി നടക്കാറില്ല. പക്ഷെ വീടിനുള്ളിലുള്ള എയർ പൊല്യൂഷൻ, ആ എയർ പ്യൂരിഫയറിൻ്റെ റീഡിങ് പലപ്പോഴും 300 മുതൽ 400 മുകളിൽ വരെയൊക്കെ എത്താറുണ്ട്. അത്രയും വരെ പൊല്യൂഷൻ അവിടെ വരാറുണ്ട്. അത് ഭയങ്കര ഭീതിതമായ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 മുകളിൽ പോയാൽ തന്നെ അപകടകരമായ അവസ്ഥയാണെന്നാണ് പറയുക. അത്ര ഭീതിതമായ ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ ഞങ്ങൾ എറണാകുളത്ത് ഉള്ള വീട്ടിൽ അതേ പ്യൂരിഫയർ വെച്ചിട്ടുണ്ട്. ഇപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ സനൽ സാറും കൂടി അത് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഇവിടെ അതിൽ കാണിക്കുന്ന റീഡിങ് പലപ്പോഴും 16, 18 ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ എയർ അത്ര മതി. കൊച്ചി എന്ന് പറയുമ്പോൾ കേരളത്തിൽ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ഉള്ള ഒരു ഏരിയ ആയിരിക്കണമല്ലോ. ഇവിടെ ഒരിക്കലും 50 മുകളിൽ അത് കയറി കണ്ടിട്ടില്ല. 30, 40 വരെ, 30 മുകളിലല്ലാതെ 50 മുകളിൽ അതിൽ റീഡിങ് കയറി ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളൊക്കെ ഒത്തിരി ഭാഗ്യം ചെയ്തവരാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ശരിക്കും നമുക്ക് പുറത്തെ എയർ ശ്വസിക്കുമ്പോൾ കൂടുതൽ നമുക്ക് ഹെൽത്ത് വൈസ് വലിയ പ്രശ്നങ്ങളില്ല എന്നാണ് എൻ്റെ ഡൽഹിയിലെ ജീവിതവുമായിട്ടുള്ള കമ്പാരിസണിൽ എൻ്റെ അനുഭവം. അപ്പം അതും സാറിന് ആഡ് ചെയ്യാവുന്നതാണ്, ഒരു ഇതായിട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതും കൂടെ സാർ പരിഗണിക്കുക. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു സാർ, താങ്ക് യു. അബ്ദുൾ റഹീം സാർ, ഡൽഹിയിൽ എന്തുണ്ട് വിശേഷം പറയൂ. ഓഫീസർ കയറുന്നുണ്ടോ? സ്നേഹനാമം നിന്നുമാൻ. എല്ലാവരും തിരക്കിലാണോ? ഓക്കെ സാർ, ഇതിന്റെ സെക്കൻഡ് പാർട്ടാണോ സാർ പറഞ്ഞത്? അബ്ദുൾ റഹീം സാർ പറയും. സാറ് ഇവിടുത്തെ ഡൽഹിയിലെ പൊല്യൂഷന്റെ പ്രശ്നം പറഞ്ഞു, അത് ശരിയാണ്, വാസ്തവമാണ്. ഞാനും ഇടയ്ക്കിടയ്ക്ക് ഡൽഹിയിൽ പോകുമ്പോൾ അതേ അവസ്ഥയാണ് ഉണ്ടാവാറുള്ളത്. ഒരു സമയത്ത് ഇപ്പൊ ഈ മെട്രോ വന്നതിന് ശേഷമൊക്കെ കുറെ കുറഞ്ഞു എന്ന് പറയുന്നുണ്ട്. എങ്കിലും സീസൺ അനുസരിച്ച് ചില സമയത്ത് കൂടും. അതായത് ഹരിയാന ഭാഗത്ത് അവര് ഈ മറ്റേ അഗ്രികൾച്ചർ വേസ്റ്റ് കത്തിക്കും. അതും ഈ വിന്ററിന്റെ സമയത്ത് ഈ ഫോഗ് കൂടി സ്മോഗായി മാറും. സ്മോക്കും ഫോഗും കൂടിയാൽ സ്മോഗ് എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ ഉണ്ടാവും. അതായത് അന്തരീക്ഷം ഇങ്ങനെ ഈ മറ്റേ ഫോഗിന്റെ കൂട്ടത്തിൽ ഈ സ്മോക്കും കൂടിയിട്ട് ഇങ്ങനെ ഒരു വലയം കെട്ടിയിട്ട് ഇങ്ങനെ ശ്വാസത്തിനൊക്കെ തടസ്സം ഉണ്ടാവും. ഈ സ്മോക്ക് മുകളിലേക്ക് പോകില്ല, ഈ ഇതിൽ തന്നെ അങ്ങനെ കെട്ടിക്കിടക്കും. അങ്ങനെ ആ സമയത്ത് സാറ് പറഞ്ഞ മാതിരി ശ്വാസം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. സ്കൂൾ അവധിയാക്കി. പിന്നെ ഡൽഹി ഗവൺമെന്റ് കാറ് വീക്കിലി ഡേയ്സില് ഓഡ് നമ്പർ ഈവൻ നമ്പർ ആക്കി. അങ്ങനെ പല കാര്യങ്ങളും കഴിഞ്ഞ വർഷം വരെ നടന്നതാണ്. അപ്പൊ സ്റ്റിൽ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പോഴും കൺട്രോൾ ആയിട്ടില്ല. അതുപോലെ ഞങ്ങളൊരു സ്റ്റഡി ഇവിടെ താജ്മഹലിന്റെ പൊള്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ
ഈ യമുന റിവറിലുള്ള വേസ്റ്റേജ് ഉണ്ടല്ലോ, പൊളൂട്ടഡ് വാട്ടർ, അതിൽ നിന്ന് ഹൈഡ്രജൻ സൾഫൈഡ് വമിക്കുന്നത് കൊണ്ട് താജ്മഹലിന് പ്രശ്നമുണ്ട്. മാത്രമല്ല അവിടുത്തെ ആളുകൾക്ക് ശ്വാസകോശത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഈ എയർ പൊല്യൂഷന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വളരെയധികം ഹാംഫുൾ ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആണ്. ആസ്തമ പോലെയുള്ളത് ശ്വാസകോശ രോഗങ്ങൾക്ക് ഒക്കെ തന്നെ സാറ് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. റിയലായിട്ടുള്ള എക്സ്പീരിയൻഷ്യൽ തന്നെയാണ്. വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ എന്തെങ്കിലും? അമന മാം, മിനി മാം? ഓക്കെ സാർ, ഇതിന്റെ ഒരു സെക്കൻഡ് വേർഷൻ എന്താണ് സാർ പറഞ്ഞത്? ഇതിന്റെ എന്തൊക്കെയാണ് പ്രതിവിധികളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിലേക്ക് നമുക്ക് അടുത്ത ആഴ്ച സംസാരിക്കാം. കാരണം അതാണ് ആക്ച്വലി ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഇത്രയും കൂടുതൽ പറയേണ്ട ആവശ്യം വന്നത് തന്നെ നമ്മൾ ഇതിനെപ്പറ്റി ഒരുപാട് ബോധറല്ല എന്നുള്ളത് കൊണ്ടാണ്. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ അളവോ, ഞാൻ പറഞ്ഞില്ലേ ബ്രഹ്മപുരത്ത് ഏതാണ്ട് 10 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു ഫയർഫോഴ്സിന് അവിടെ ഒരു കൺട്രോളും കിട്ടാത്തതിന്റെ ഒരു പ്രധാന കാരണം പ്ലാസ്റ്റിക് ആണെന്ന്. എന്നാലും പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം നമ്മളൊന്നും കുറച്ചിട്ടില്ല. പ്ലാസ്റ്റിക് ഒന്നും കത്തിക്കുന്നത് പോലും നമ്മൾ കുറച്ചിട്ടില്ല. പല സ്ഥലത്തും നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇതിലേക്ക് ഒന്ന് കറക്റ്റായിട്ട് ബോധവാനാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇന്നിപ്പോ ഇത്രയും ലെങ്തി ആയിട്ട് എടുത്തത്. അപ്പോ ഇതിന്റെ പരിഹാരങ്ങളും എന്നുള്ളത് മുഴുവനും ഒരു സെഷനിൽ കൊള്ളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചത്. അങ്ങനെയാ ഒരു ടോപ്പിക് കൊടുത്തത്. പക്ഷെ അതിനേക്കാൾ നല്ലത് ഇങ്ങനെയാണെന്ന് തോന്നി. അത് തീർച്ചയായിട്ടും അത് മനസ്സിലാക്കണേ. ഇപ്പൊ ഒത്തിരി മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എങ്കിൽ പോലും കോസ്റ്റ്ലി ആണ്, ഏറ്റവും സിമ്പിൾ ആണ്. അത് എത്രമാത്രം ഹാൻഡി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഇല്ല എന്നുള്ളതാണ്. അതില്ലാത്ത വേറൊരു പ്രോഡക്റ്റ് കൂടി ഇല്ല തന്നെ. ഏത് രീതിയിലാണെങ്കിൽ അത് ഒരു സ്റ്റാൻഡിങ് പ്രോഡക്റ്റ് ആണ്. അപ്പൊ അതിനെ എങ്ങനെ അവോയ്ഡ് ചെയ്യാം, എങ്ങനെ അതിനെ ശ്രദ്ധിക്കാം, തീർച്ചയായും. ഓക്കെ, അടുത്ത ആഴ്ച നമുക്ക് അങ്ങനെ ടച്ച് ചെയ്യാം. സോ താങ്ക് യു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സൺ സാർ, താങ്ക് യു വെരി മച്ച്. അടുത്ത ആഴ്ച നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ പ്രതിവിധികളെ അല്ലെങ്കിൽ ഈ പറയുന്ന മലിനീകരണത്തിന്റെ പ്രതിവിധികളെ കുറിച്ചും കൂടെ നമുക്ക് മനസ്സിലാക്കാം. സോ ഇന്ന് നമുക്ക് ഗുഡ് നൈറ്റ് പറയാം. താങ്ക് യു ആൻഡ് സീ. Thank you, sir. Good night.